ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലേക്കാണ്. അവിടെ നടക്കാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടി കേവലം ഒരു സൈനിക കൂട്ടായ്മ എന്നതിനപ്പുറം തുർക്കി എന്ന രാജ്യം കൈവരിച്ചിരിക്കുന്ന അസാധാരണ നയതന്ത്ര സ്വാധീനത്തിന്റെ വിളംബരം കൂടിയാണ്. പക്ഷം പിടിക്കാതെ നീതിക്കൊപ്പം നിൽക്കുന്നതാണ് തുർക്കിയുടെ നയതന്ത്രത്തിന്റെ പ്രത്യേകത. ആഗോള രാഷ്ട്രീയത്തിലും നാറ്റോയിലും തുർക്കി തുടരുന്ന ബാലൻസിംഗ് ഡിപ്ലോമസി എത്രത്തോളം പ്രസക്തമാണെന്ന് വിശദമായി പരിശോധിക്കാം. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ. സ്വാഗതം ഇൻഡപ്തിലേക്ക്. പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി വഷളാകുമ്പോഴും ഇരുപക്ഷത്തോടും ഒരേ സമയം സംസാരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. യുക്രൈന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ തന്നെ റഷ്യക്കെതിരെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് തുർക്കി തീരുമാനിച്ചത്. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ രണ്ട് ശത്രു രാജ്യങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി മാറാൻ തുർക്കിക്ക് കഴിഞ്ഞത് അവരുടെ സന്തുലിതമായ വിദേശ നയത്തിന്റെ വലിയ വിജയമാണ്. യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മാത്രമല്ല, പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും ഒരേപോലെ സ്വാധീനമുള്ള ശക്തമായ ഒരു സ്വതന്ത്ര നയമാണ് തുർക്കി പൊതുവെ സ്വീകരിക്കുന്നത്. യുഎസും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങളിലും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളിലും ഒരു യുക്തിസഹമായ രാഷ്ട്രീയ ശക്തിയായി ഇടപെടാൻ തുർക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരമ്പരാഗതമായി റഷ്യയുടെ സ്വാധീന വലയത്തിലായിരുന്ന അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് തുർക്കിയുടെ സ്വാധീനം വളരെ വലുതാണ്. തങ്ങളുടെ ശക്തമായ ഊർജ്ജ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ റഷ്യ ഒരു വലിയ പ്രാദേശിക ശക്തിയായി വളർന്ന് തങ്ങൾക്ക് ഭീഷണിയാകാതിരിക്കാനുള്ള തന്ത്രപരമായ മുൻകരുതലുകളും തുർക്കി വിദേശ നയത്തിനുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞു പോകാതെ കാത്തുസൂക്ഷിക്കുന്നത് തുർക്കിയുടെ ഈ തന്ത്രപരമായ നീക്കങ്ങളാണ്. മുൻപ് ഇസ്താംബുളിലും അന്ത്യാലയിലും വെച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തുർക്കിക്ക് സാധിച്ചിരുന്നു. ലോകത്തെ വലിയൊരു പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച കരിങ്കടൽ ധാന്യ കരാർ യാഥാർത്ഥ്യമാക്കിയതും ആയിരക്കണക്കിന് തടവുകാരെ പരസ്പരം കൈമാറാൻ വഴിയൊരുക്കിയതും തുർക്കിയുടെ ഇടപെടലുകളായിരുന്നു. യുദ്ധം നിലനിൽക്കുമ്പോൾ തന്നെ പരിമിതമായ തോതിലെങ്കിലും സഹകരണത്തിന്റെ മേഖലകൾ കണ്ടെത്താൻ കഴിയുമെന്ന് അന്ന് തുർക്കി തെളിയിച്ചു. വരാനിരിക്കുന്ന ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾക്ക് വീണ്ടും ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഈ അടുത്ത ദിവസങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. പുടിനും സെലൻസ്കിയും തമ്മിൽ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ലോകത്തെ ഏറ്റവും സാധ്യതയുള്ള വേദിയായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് അങ്കാറയാണ്. സൈനികവും നിയമപരവുമായ ഇടപെടലുകളിലൂടെ യുദ്ധം മറ്റ് പ്രാദേശിക മേഖലകളിലേക്ക് പടരാതെ തടയുന്നതിലും തുർക്കി അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. 1936 ചരിത്ര പ്രസിദ്ധമായ മോൺട്രേക്സ് കൺവെൻഷൻ നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കടലിടുക്കുകളിലൂടെയുള്ള യുദ്ധക്കപ്പലുകളുടെ സഞ്ചാരം തുർക്കി കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. റഷ്യയുടെയും യുക്രൈന്റെയും മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ കരിങ്കടലിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞതിലൂടെ ആ മേഖല ഒരു വലിയ ആഗോള യുദ്ധഭൂമിയായി മാറുന്നത് ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ റൊമാനിയ, ബൾഗേറിയ എന്നീ അയൽ രാജ്യങ്ങളുമായി ചേർന്ന് കരിങ്കടലിലെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള സംയുക്ത ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സിവിലിയൻ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കാനും തുർക്കി മുൻകൈയെടുത്തു. നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈന്യമുള്ള തുർക്കി സഖ്യത്തിന്റെ തെക്കൻ അതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എക്കാലത്തും വിശ്വസ്തരായ പങ്കാളിയാണ്. വരാനിരിക്കുന്ന അങ്കാറ ഉച്ചകോടിയിൽ നാറ്റോ അംഗങ്ങളുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും യുക്രൈനുള്ള ദീർഘകാല സുരക്ഷാ സഹായങ്ങളെക്കുറിച്ചും നിർണായകമായ ചർച്ചകൾ നടക്കും. ഒരു നാറ്റോ അംഗമായിരുന്നു കൊണ്ട് തന്നെ റഷ്യയുമായി മികച്ച ഊർജ്ജ സാമ്പത്തിക ബന്ധം നിലനിർത്താൻ തുർക്കി കാണിക്കുന്ന ഈ നയതന്ത്ര വൈദഗ്ധ്യം പാശ്ചാത്യ ലോകത്തിന് ചിലപ്പോഴൊക്കെ അത്ഭുതമാണെങ്കിലും പ്രാദേശിക സുരക്ഷിതത്വത്തിന് തുർക്കിയുടെ ഈ ശൈലി എത്രത്തോളം അനിവാര്യമാണെന്ന് ഇന്നവർ തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വിവേകപൂർണമായ നയതന്ത്രത്തിലൂടെ ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്ന വലിയ സന്ദേശമാണ് ഈ ഉച്ചകോടിയിലൂടെ തുർക്കി ലോകത്തിന് നൽകുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.